ഓയ് ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് അൻസിയ. ഞാൻ ഇന്നോട്ടൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ജേർണിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? എങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സോ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇന്ന് ലുലു വരെ പോകാം കേട്ടോ, കോട്ടയത്ത്. സോ അപ്പോൾ നമുക്ക് പോയാലോ? ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹയ. ഗെയ്സ്, നമ്മളങ്ങനെ ലുലുവിൽ എത്തിയിട്ടുണ്ട്. കയറി ചെന്നപ്പോഴേ ആദ്യമേ കണ്ടത് ബുക്സിൻ്റെ സെക്ഷനാണ്. അത് കണ്ടപ്പോഴേ എന്നെ അതങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തു. കാരണം എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, പക്ഷെ എപ്പോഴും വായിക്കാൻ കിട്ടാറില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് കേട്ടോ. അതായത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്, അനുരാഗ ലോലഗാത്രി, അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ എനിക്ക് വായിക്കാൻ ആഗ്രഹമുള്ള കുറേ ബുക്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്കത് വാങ്ങാനുള്ള പൈസ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു, നമ്മളത് അറിഞ്ഞില്ലല്ലോ. അപ്പം പിന്നെ നമുക്ക് അത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഫുഡൊന്നും വാങ്ങിക്കാനുള്ള പൈസയും തികയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അതിലേതൊരു ഒരെണ്ണം വാങ്ങിയാൽ തന്നെ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല കയ്യിൽ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ നോക്കി വെച്ചു. എനിക്കെപ്പോഴും ഇങ്ങനെ വായിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ പുസ്തകം കിട്ടിയാൽ ഞാനിരുന്ന് വായിക്കും. അപ്പം കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള വായിക്കാൻ ആഗ്രഹമുള്ള കുറേ ബുക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പരതി നടന്നതെല്ലാം നോക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ പുറത്ത് നിൽക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ പരതി നടന്ന് എനിക്കിഷ്ടപ്പെട്ട ബുക്കുണ്ടോ, എൻ്റെ ഫേവറേറ്റ് ബുക്കുണ്ടോ എല്ലാം നോക്കി. ഇപ്പോൾ രാത്രി 12-ന് ശേഷം, റാം കെയർ ഓഫ് ആനന്ദി, ഖദീജ, അങ്ങനെ ഓജോ ബോർഡ്, അങ്ങനെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള ബുക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒന്നും വാങ്ങിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പോന്നു. അത് കണ്ടോ, എല്ലാ ടൈപ്പ് ബുക്കുകളും അവിടെ ഉണ്ടായിരുന്നു. ഖദീജ, റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ ഞാൻ ഓൾറെഡി വായിച്ച ബുക്സാണ്. ഇവിടെ കുറേ ഇംഗ്ലീഷ് ബുക്സും എല്ലാ ലാംഗ്വേജിലുള്ള ബുക്സ് ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണ് പോയത് മലയാളം ബുക്സിലോട്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്സിലോട്ട്, അങ്ങനെയൊക്കെയാണ്. കേസ് നമ്മളങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് നമ്മൾ ആദ്യം വന്ന് കയറിയത്. ആൻഡ് നമ്മളിതാ ഈ ഒരു സംഭവം കണ്ടോ, കുനാഫ ക്രോഷ്യൻ പിസ്താഷ്യോ, ഈ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണ്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് വാങ്ങി. യെസ്, നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നമ്മൾ കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോസും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ അതാ ഈ ഒരു സാൻഡ്വിച്ച് പോലത്തെ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കയറിയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം ഓരോന്ന് വീതം വെച്ച് വാങ്ങിയിട്ട് നമ്മൾ രണ്ടും പപ്പാതിരിക്കാമെന്ന് വെച്ചിട്ട്, എങ്ങാനും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെ രണ്ടെണ്ണമൊക്കെ വാങ്ങിയിട്ട് വെറുതെ പൈസ കളയണോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഓരോന്ന് വീതമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നമ്മൾ ട്രൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മൊത്തമായിട്ട് തന്നെ കാണുക. അങ്ങനെ കേസ് നമ്മൾ അത് കൂടാതെ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു മിൽക്ക് ഷേക്കും ചെറുത്, അതും ഒന്നാണ് വാങ്ങിയത്. പിന്നെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ രസഗുള ഉണ്ടല്ലോ, ഞങ്ങളത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ രണ്ടാളും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഐസ് പോലത്തെ സംഭവമാണ്. എനിക്ക് സംഭവത്തിൻ്റെ പേരറിയത്തില്ല, സംഭവം എന്നാന്ന് അറിയത്തില്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഐസ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവവും രസഗുളയും നമ്മൾ വാങ്ങുന്നുണ്ട്. എല്ലാതും ഇച്ചിരി ഇതേ വാങ്ങുന്നുള്ളൂ. എന്താ ടേസ്റ്റ് ഒന്നും അറിയില്ല. കേട്ടിട്ടുണ്ട് കുറേ രസഗുളയൊക്കെ, പക്ഷേ ഞങ്ങൾ രണ്ടാളും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ട്രൈ ചെയ്യാമെന്ന് ഗെയ്സ്. അങ്ങനെ നമ്മൾ താഴെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മേലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ല. എല്ലാം നമ്മൾ ഓരോന്ന് വിധമല്ലേ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡയറി മിൽക്കിൻ്റെ ഓറിയോ, അതുപോലെ തന്നെ പ്രിങ്കിൾസ്, പിന്നെ ഞാൻ ഇതൊരു യോഗോട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു യോഗോട്ട് വാങ്ങിച്ചു, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അങ്ങനെ നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ പിസ്ത കുനാഫ സംഭവം, പിന്നെ നമ്മൾ പറഞ്ഞ ഐസ് പോലത്തെ സംഭവം, അതുപോലെ നമ്മുടെ രസഗുള, പിന്നെ നമ്മുടെ സാൻഡ്വിച്ച്, പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ മിൽക്ക് ഷേക്ക്, അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഡയറി മിൽക്ക്, യോഗട്ട് എല്ലാം നമ്മൾ വീട്ടിൽ പോയിട്ടേ കഴിക്കുന്നുള്ളൂ. ഇത് ഇത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല. പിസ്തയുടെ ഫ്ലേവർ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഫസ്റ്റ് ബൈറ്റ് ഞാനാണ് ബൈറ്റ് ചെയ്യേ, സ്പൂൺ യൂസ് ചെയ്യണ്ട, ബൈറ്റ് ചെയ്യേ. നല്ല രസമുണ്ടോ? അടിപൊളി സാധനമാണ്. നെക്സ്റ്റ് ട്രൈ ചെയ്യുന്ന രസഗുളയാണ്. ആദ്യം ഉണ്ടോ ട്രൈ ചെയ്യുന്നത്. വലിയ ബൈറ്റ് വേണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഹലോ,
her expression says everything, guys. ഒരു ടേസ്റ്റും ഇല്ല, എന്തോ പഞ്ഞി കഴിക്കുന്ന രുചി. മധുരമാണ്, ബട്ട് വേറെന്തൊരു ടേസ്റ്റ്. ഇത് എവിടെയോ വേറെന്തോ സാധനം ഇഷ്ടപ്പെട്ടില്ല. ഗുലാബ് ജാമുന്റെ അല്ലല്ല, ഗുലാബ് ജാമുമായിട്ട് ഒരു ബന്ധമില്ല. വേറെ ഇതിനെ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലേ, പക്ഷെ ഫുള്ള് മധുരമാണ്, കുഴപ്പമില്ല. അടുത്ത നമ്മളെന്തോ ഒരു ഐസ് പോലത്തെ ഒരു സാധനമാണ്, എന്താണെന്നൊന്നും അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, അതിലാണ്. അത് നോക്കാം. ഇത് അവൾക്ക് അത്ര ഇഷ്ടമായില്ല, എനിക്ക് കുഴപ്പമില്ല. വേണ്ട കഴിക്കുന്നങ്ങോട്ട് ഒരു എക്സ്പ്രഷൻ ഇല്ല. നൊങ്ക് വെച്ചിട്ടുണ്ടോ? നൊങ്ക് വെച്ചിട്ടുണ്ടോ? അതില് അതും ചേർന്നാലും കൊള്ളത്തില്ല. അത് ഭയങ്കര മധുരമാണ്, നല്ല മധുരം. ഇത് ഫിനിഷ് ചെയ്യും, നമുക്ക് ഹാഫായിട്ട് ഹാഫാക്കിയിട്ട് വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കാം. കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര മധുരം. കൊള്ളത്തില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല. ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അടുത്ത കഴിക്കാൻ പോണത് ഈ ഒരു സാധനമാണ്, സാൻഡ്വിച്ച് പോലത്തെ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാനാണ് നല്ല കേസ്. അങ്ങനെ നമ്മൾ ഇനി താഴോട്ട് പോവാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഡ്രസ്സ്, അതുപോലെ തന്നെ എന്താ ബാഗ്, ഹോം അപ്ലയൻസസ് അതുപോലുള്ള ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിലീറ്റായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. സോ എന്തായാലും നമ്മൾ താഴോട്ട് പോവാണ്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകണം. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഒരു ഐസ്ക്രീം കൂടെ കാണിച്ചിട്ട് നമ്മൾ എന്താ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഓയോടെ. അങ്ങനെ നമ്മൾ ലുലുവിൽ നിന്ന് പോവാണ്. നമ്മൾ ഒരു 11:30 ഇപ്പോൾ 1:30 കഴിഞ്ഞിട്ടുണ്ട്. 12 കറക്റ്റ് കയറി. നമ്മൾ 12 കയറി, 1:30 ഇറങ്ങുന്നു. ഒന്നും വാങ്ങണ്ട, ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം എന്താ വാങ്ങാനുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ട്രൈ ചെയ്തു അതെ, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, പക്ഷേ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മൾ ആകെ വാങ്ങിയതിൽ ഏതാ ഒരു എന്താണ് സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് രണ്ടാർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഐസ്ക്രീം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ജന്മത്തിലാരും കഴിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഗുലാബ് ജാം അല്ല, സോറി, രസഗുള. രസഗുള നാച്ചുറൽ ഷാമ്പു. സോ എന്തായാലും നമ്മളങ്ങ് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ എവിടെയൊക്കെയാണ് പോയത്, അതോ വീട്ടിൽ തന്നെ ഇരിപ്പാണോ, നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും ബൈ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം കേട്ടോ.